എഡ്യു ഹബിൻ്റെ നെറ്റ് റാപ്പിഡ് റിവിഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 ഡിസംബർ 8 നടത്തിയ ബുദ്ധിസ്റ്റ് ജൈന ഗാന്ധിയൻ ആൻഡ് പീസ് സ്റ്റഡീസ് എന്ന പേപ്പറിലെ ഫസ്റ്റ് പേപ്പറാണ് നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്ന ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനാണ്. നമുക്കറിയാം ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ നമുക്കൊരു ഡേറ്റ തന്നിട്ടുണ്ട്. ആ ഡേറ്റേനെ ബേസ് ചെയ്തുകൊണ്ട് 5 ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. The following table shows the number of buildings constructed in 6 different towns A to F of a state S over the 7 years from 2016 to 22. Based on the data in the table, answer the questions that follow. എസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലെ 2016 തൊട്ട് 22 വരെയുള്ള 7 വർഷത്തിൽ എ ബി സി ഡി ഇ എഫ് എന്ന് പറയുന്ന 6 ഡിഫറെൻറ്റ് ടൗൺസിൽ കൺസ്ട്രക്ട് ചെയ്ത നമ്പർ ഓഫ് ബിൽഡിങ്സിൻ്റെ ഡേറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഈ ഡേറ്റനെ വെച്ചുകൊണ്ട് നമ്മളോട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടൗൺ വൈസ് ഡീറ്റെയിൽസ് ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ്. ടൗൺ എ ഇൻ 2060 3000, 2070 3160, 2080 322, 2009 327 to 20 3300, 2021 3320, 2022 3400. In town B 2060 2500, 2070 2568, 18 2640, 19 2670, 20 2792, 21 2800, 22 2900. ഇനി ടൗൺ സിയിൽ 2016 2960, 17 3000, 18 3900, 19 3100, 2192, 21 2200, 2268. ഇനി ഡിയിൽ 2016 3448, 2017 3500, 2018 3600, 19 3640, 20 3664, 21 3760, 22 3792. ഇയിൽ 2016 2040, 17 2100, 18 2200, 19 2230, 20 2320, 21 2350, 22 2380. എഫ് 2016 2272, 17 2380, 18 2460, 19 2480, 20 2530, 21 2560, 22 2588 നമ്പർ ഓഫ് ബിൽഡിങ്സ് ഉണ്ടാക്കിയത്. സോ നമുക്ക് ഡേറ്റ കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. Across the state is the total number of buildings constructed in 2060 is approximately % of the total number of buildings constructed in 2080. സ്റ്റേറ്റ് എസ്സിലെ 2016 കൺസ്ട്രക്ട് ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് ബിൽഡിങ്സ്, അതായത് ബിൽഡിങ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2018 കൺസ്ട്രക്ട് ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് ബിൽഡിങ്സിൻ്റെ വെച്ച് നോക്കുമ്പോൾ എത്ര % ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം 2016 കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്സിൻ്റെ നമ്പർ എടുക്കുക. അതായത് 3000 പ്ലസ് 2500 പ്ലസ് 2960 പ്ലസ് 3448 പ്ലസ് 2040 പ്ലസ് 2272. അപ്പോൾ നമുക്ക് ടോട്ടൽ 16220 കിട്ടും. ഇനി 2018 കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ നമ്പർ അത് കാണാനായിട്ട് 3220 പ്ലസ് 2640 പ്ലസ് 3090 പ്ലസ് 3600 പ്ലസ് 2200 പ്ലസ് 2460 ഈസ് ഈക്വൽ ടു 17210 കിട്ടും. ഇനി നമുക്ക് അപ്രോക്സിമേറ്റ് % ആണ് കിട്ടേണ്ടത്. 16220 ഡിവൈഡ് ബൈ 17210 ഇൻറ്റു 100 ചെയ്യണം. അപ്പം നമുക്ക് 94.24 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബിൽഡിങ്സ് കൺസ്ട്രക്റ്റഡ് ഇൻ ടൗൺ ബി ഓവർ ഓൾ ദി 7 ഇയേഴ്സ്? അതായത് ടൗൺ ബിയിൽ മൊത്തം കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്സിൻ്റെ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 17870, 18780, 17780, 18870. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്, 18870 ആണ്.
നമുക്ക് ടൗൺ ബിയിലെ ടോട്ടൽ നമ്പർ ഓഫ് ബിൽഡിങ്സിൻ്റെ ആണ് കാണേണ്ടത്. സോ ടോട്ടൽ ഈസ് ഈക്വൽ ടു 2500 പ്ലസ് 2568 പ്ലസ് 2640 പ്ലസ് 2670 പ്ലസ് 2792 പ്ലസ് 2800 പ്ലസ് 2900 ഈസ് ഈക്വൽ ടു 10870. Next question, what is the percentage increase in the number of building constructed in town D in 2018 with reference to previous year? അതായത് ടൗൺ ഡിയിലെ 2018 നമ്പർ ഓഫ് ബിൽഡിങ്സ് അതിലെ മുൻ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് കൂടിയത്? അതായത് 2017 വെച്ച് നോക്കുമ്പോൾ 2018 കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സിൻ്റെ നമ്പർ എത്ര പെർസെൻറ്റേജ് ആണ് കൂടിയിരിക്കുന്നത്? 3.85%, 2.85%, 4.85%, 4%. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. 2.85% ആണ്. ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് കാണേണ്ടത്. സോ 3600 മൈനസ് 3500 ഡിവൈഡ് ബൈ 3500 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 2.58% എന്ന് കിട്ടും. അതായത് ടൗൺ ഡിയിൽ നമ്മുടെ 3600 മൈനസ് പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 2017 3500 ഡിവൈഡ് ബൈ 3500 ഇൻറ്റു 100 ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. Next question, in the context of town E and F together, what is the difference between the number of building constructed in 2021 and that in 2070? ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇയും എഫും ടുഗദർ ആയിട്ട് എടുക്കണം. അങ്ങനെ ആയി കഴിയുമ്പോൾ 2021 2017 ഇയും എഫും ടോട്ടൽ എടുത്തു കഴിയുമ്പോൾ വ്യത്യാസം എത്രയാണ്? അതായത് 2021 ഇ പ്ലസ് എഫ് മൈനസ് 2017 ഇ പ്ലസ് എഫ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 630, 830, 430, 410. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്, 430 ആണ്. 2021 ഇയും എഫും കൂടെ ഉള്ള ടോട്ടൽ എടുത്തു കഴിയുമ്പോൾ 2350 പ്ലസ് 2560 ഈസ് ഈക്വൽ ടു 4910 കിട്ടും. ഇനി 2017 ഇയും എഫിൻ്റെയും കൂടെ ടോട്ടൽ കാണണം. സോ 2100 പ്ലസ് 2380 ഈസ് ഈക്വൽ ടു 4480 കിട്ടും. ഇനി ഇതിൻ്റെ ഡിഫറൻസ് കാണാം. 4910 മൈനസ് 4480 ഈസ് ഈക്വൽ ടു 430. Next question, total number of buildings constructed over the years from 2020 to 2022 is more than 8500 in exactly dash towns. അതായത് 2020 തൊട്ട് 22 വരെയുള്ള നമ്പർ ഓഫ് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര ടൗണിലാണ് 8500 കൂടുതൽ വന്നിട്ടുള്ളത്? അതായത് 2020 തൊട്ട് 22 വരെ എല്ലാ ടൗൺസിലും കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്സിൻ്റെ നമ്പർ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് 8500 മുകളിൽ എത്ര ടൗൺസ് വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2, 3, 4, 5. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്, 3 ആണ്. നമുക്ക് എയുടെ നോക്കാം. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2020 തൊട്ട് 20, അതായത് 2020, 21, 22 ഈ 3 വർഷത്തെ എല്ലാ ടൗണിൻ്റെയും നമ്മൾ കാണണം. അപ്പോൾ ആദ്യം നമുക്ക് എയുടെ നോക്കാം. എയുടെ എടുത്ത് കഴിയുമ്പോൾ 3300 പ്ലസ് 3320 പ്ലസ് 3400 ഈസ് ഈക്വൽ ടു 1020. അത് കൂടുതലാണ്. ഇനി ബിയുടെ എടുക്കുകയാണ്. 2020 മുതൽ 22 വരെയുള്ള 2792 പ്ലസ് 2800 പ്ലസ് 2900 ഈസ് ഈക്വൽ ടു 8492. അത് 8500 കുറവാണ്. സോ അതെടുക്കാനായിട്ട് പറ്റില്ല. ഇനി ടൗൺ സി 3192 പ്ലസ് 3200 പ്ലസ് 3268. അങ്ങനെ നമുക്ക് 9660 കിട്ടും. അതും കൂടുതലാണ്. അപ്പോൾ 2 എണ്ണമായി. ഇപ്പം ഈ ഡി നോക്കാം. 3664 പ്ലസ് 3760 പ്ലസ് 3792 ഈസിക്കൽ ടു 11216. അപ്പം അതും കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ 3 എണ്ണമായി. ഇനി നമുക്ക് ഈടെ നോക്കാം. 2320 പ്ലസ് 2350 പ്ലസ് 2350 ഈസിക്കൽ ടു 7050. അത് 8500 കുറവാണ്. അപ്പോൾ അത് പറ്റില്ല. ഇനി എഫ് ലാസ്റ്റത്തെ 2530 പ്ലസ് 2560 പ്ലസ് 2588 ഈസിക്കൽ ടു 7678. സോ അത് നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മുടെ ടൗൺ എയും ടൗൺ സിയും ടൗൺ ഡിയും 10020, 9660, 11216. എ ബി ഡി എന്നീ സി ഡി എന്നീ 3 ടൗണുകളിലാണ് നമുക്ക് 8500 കൂടുതലുള്ളത്. സോ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള സെയിം മെത്തേഡ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളൂ. ഒന്നുപോലും ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടില്ല. അതും സിമ്പിളായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ
പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചുകൊണ്ട് പോയാൽ മാത്രം മതി നമുക്ക് 10 മാർക്ക് എളുപ്പം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണ് 5 ക്വസ്റ്റ്യൻസ് വരുന്നത്. വിച്ച് കൊളാബറേറ്റീവ് IC ടൂൾ അലോസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ഡിജിറ്റൽ ബുള്ളറ്റിൻ ബോർഡ്സ് ടു ഷെയർ ആൻഡ് ഗ്യാദർ ഇൻഫർമേഷൻസ്? അതായത് ഡിജിറ്റൽ ബുള്ളറ്റിൻ ബോർഡ് ഉണ്ടാക്കാനും ഷെയർ ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ICT ടൂൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്മൈൻഡ്, പാഡ്ലെറ്റ്, ബുക്ക് ക്രിയേറ്റർ, പ്ലോട്ടോഗൺ. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്, പാഡ്ലെറ്റ് ആണ്. പാഡ്ലെറ്റ് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ ടെക്നോളജി സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. സാൻ ഫ്രാൻസിസ്കോയിലാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസാണ്. ഇത് റിയൽ ടൈം കൊളാബറേറ്റീവ് വെബ് പ്ലാറ്റ്ഫോമാണ്. അതായത് നമുക്കിവിടെ ഒരു വിർച്വൽ ബുള്ളറ്റിൻ ബോർഡ് ഉണ്ട്, അതിനെയാണ് നമ്മൾ പാഡറ്റ് എന്ന് പറയുന്നത്. അവിടെ യൂസേഴ്സിന് കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഷെയർ ചെയ്യാനും സാധിക്കുന്ന ഒരു റിയൽ ടൈം കൊളാബറേറ്റീവ് വെബ് പ്ലാറ്റ്ഫോമാണ് പാഡ്ലെറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പം നമുക്കൊരു ബുള്ളറ്റിൻ ബോർഡ് ഉണ്ടെങ്കിൽ ആ ബുള്ളറ്റിൻ ബോർഡിൽ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്കൊരു ടോപ്പിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്യുന്നതുകൊണ്ട് നിരവധി കണ്ടൻസും പിക്ചേഴ്സും ഒക്കെ നമുക്കവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയുള്ള ഒരു ഡിജിറ്റൽ ബുള്ളറ്റിൻ ബോർഡാണ് ഈ പാഡ്ലെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വീഡിയോസും ഇമേജസും വെബ്സൈറ്റ്സും എല്ലാം നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്മൈൻഡ് എന്ന് പറയുന്ന ഒരു മൈൻഡ് മാപ്പിംഗ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ആപ്ലിക്കേഷനാണ്. നമുക്കിവിടെ ഐഡിയാസ് വിഷ്വലൈസ് ചെയ്യാനും നമ്മുടെ തോട്ട്സ് ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിയുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ബുക്ക് ക്രിയേറ്റേഴ്സ് നമ്മൾ ക്ലാസ് റൂമിലാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ് ബുക്ക് ക്രിയേറ്റർ ആപ്പ് എന്ന് പറയേണ്ടത്. പ്ലോട്ടോഗൺ എന്ന് പറയുന്നത് ഒരു ആനിമേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ നമുക്ക് ആനിമേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസും മൂവീസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. നമ്മുടെ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് എബിലിറ്റീനെ ഒരു യുണീക്കായിട്ടും അതുപോലെ തന്നെ എൻഗേജിങ് ആയിട്ടും ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വേഴ്സിറ്റൈൽ ആനിമേഷൻ ആപ്പാണ് പ്ലോട്ടോഗൺ എന്ന് പറയുന്നത്. In the light of the above statements, choose the most appropriate answer from the options given below. Both statement 1 and statement 2 are correct. Both statement 1 and statement 2 are incorrect. Statement 1 is correct but statement 2 is incorrect. Statement 1 is incorrect but statement 2 is correct. Answer option 1 ആണ്. Both statement 1 and statement 2 are correct ആണ്. ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജിയിൽ സ്റ്റുഡൻസ് അവരുടെ ടേൺ അനുസരിച്ച് ഐഡിയാസും സ്റ്റോറീസും സൊല്യൂഷൻസും അവരുടെ ഗ്രൂപ്പിനുള്ളിൽ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് ഇവിടെ കുട്ടികളൊരു സ്മോൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ആ സ്മോൾ ഗ്രൂപ്പിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുകയും സ്റ്റഡി ചെയ്യുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും അങ്ങനെ ഒരു ടോപ്പിക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ടീച്ചേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് ആക്റ്റീവ് ലേണിങ്ങിനായിട്ട് കുട്ടികളെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. ഇനി മറ്റു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജീസാണ് തിങ്ക് പെയർ ഷെയർ, റെസിപ്രോക്കൽ ക്വസ്റ്റ്യനിങ് എന്നിവയെല്ലാം. കോപ്പറേറ്റീവ് ലേണിംഗ് മെയിനായിട്ട് കുട്ടികളെ ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, കൊളാബറേഷൻ എന്നീ സ്കിൽസുകളെല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റൗണ്ട് റോബിൻ എന്ന് പറയുന്നതും ഒരു കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജിയാണ്. ഇവിടെ സ്റ്റുഡൻസ് ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു സോഷ്യൽ ലേണിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് നമുക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ പോയി സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ ഗ്രൂപ്പ് തിരിയുകയാണ്. അതിനുശേഷം ആ ഗ്രൂപ്പിൽ അവർക്ക് അവരുടെ ഐഡിയാസും നോളജും ഒക്കെ ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മൾ ആ ഒരു കോമൺ ഗോളിൻ്റെ കീഴിൽ പ്രവർത്തിക്കുക. അതായത് നമ്മുടെ ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഗോൾ അല്ലെങ്കിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സ്പെസിഫിക് ലെവലിനപ്പുറം തിങ്ക് ചെയ്യാനായിട്ട് കുട്ടികളെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വയംപ്രഭ ചാനൽ 7 കൗഡല്യ റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്ജക്ട്സ്? അതായത് സ്വയംപ്രഭയിൽ ചാനൽ 7 കൗഡല്യയുടെ കീഴിൽ വരുന്ന സബ്ജക്ട്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എക്കണോമിക്സ്, ലൈബ്രറി സയൻസ്, കൊമേഴ്സ്, ഫിനാൻസ്, മാത്തമാറ്റിക്സ്. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. എക്കണോമിക്സ്, കൊമേഴ്സ്, ഫിനാൻസ് എന്നിവയാണ് കൗഡല്യയിൽ വരുന്നത്.
മാനേജ്മെൻറ്റ്, ലൈബ്രറി സയൻസ്, ഇൻഫർമേഷൻ സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റുകളൊക്കെ ചാനൽ നമ്പർ 5 പ്രഭാനന്ദിൻ്റെ കീഴിലാണ് വരുന്നത്. ചാനൽ നമ്പർ 5 പ്രഭാനന്ദനിലാണ് ലൈബ്രറി സയൻസ് ഒക്കെ വരുന്നത്. ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി റിലേറ്റഡ് സബ്ജക്റ്റ് ഒക്കെ ചാനൽ നമ്പർ 8 ആര്യഭട്ടിൻ്റെ കീഴിലാണ് വരുന്നത്. ചാനൽ നമ്പർ 8 ആര്യഭട്ടിൻ്റെ കീഴിൽ വരുന്നതാണ് ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി റിലേറ്റഡ് സബ്ജക്ട്സ് എന്നിവയെല്ലാം. Next question, in which strategy of cooperative learning students are separated into an inner and outer circle? അതായത് കുട്ടികളെ ഇന്നറായിട്ട് ഔട്ടറായിട്ട് സർക്കിളായിട്ട് തിരിച്ചിട്ട് നടത്തുന്ന ആ ഒരു കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇന്നർ സർക്കിളിൽ കുട്ടികൾ ഡിസ്കഷൻ നടത്തുകയും ഔട്ടർ സർക്കിളിലെ കുട്ടികൾ ഈ ഡിസ്കഷൻ ലിസൺ ചെയ്യുകയും ചെയ്യുന്നു. സ്നോബോൾ, ഫിഷ് ബൗൾ, ജിഗ്സോ, തിങ്ക്, പെയർ, ഷെയർ. ആൻസർ വരുന്നത് ഫിഷ് ബൗൾ, ഓപ്ഷൻ 2 ആണ്. ഫിഷ് ബൗൾ എന്ന് പറയുന്ന ആ ഒരു കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജി കുട്ടികളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ കോംപ്ലക്സ് ടോപ്പിക്സ് കോംപ്രഹെൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇവിടെ കുട്ടികളെ നമ്മൾ 2 സർക്കിളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഇന്നർ സർക്കിളാണ് ഫിഷ് ബൗളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇന്നർ സർക്കിളാണ്. ഇന്നർ സർക്കിളും ഉണ്ട്, ഔട്ടർ സർക്കിളും ഉണ്ട്. അതിൻ്റെ അകത്ത് ഇന്നർ സർക്കിളാണ് ഫിഷ് ബൗളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഷ് ബൗളിലുള്ള കുട്ടികൾ ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. ഔട്ടർ സർക്കിളിലുള്ള കുട്ടികൾ ഇത് ലിസൺ ചെയ്യുകയും നോട്ട്സ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അതിനുശേഷം ഇവരുടെ റോൾസ് മാറുകയാണ് ചെയ്യുന്നത്. അതായത് 2 സർക്കിളിലുള്ളവരും കോൺട്രിബ്യൂട്ടേഴ്സും ലിസണേഴ്സും ആവുന്നുണ്ട്. അതായത് ഇവിടെ ഔട്ടർ സർക്കിളിലുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു എഫക്റ്റീവ് സ്മോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തേണ്ടതെന്നുള്ളൊരു ഇൻസൈറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത് മോഡറേറ്ററും അതുപോലെ തന്നെ ഫെസിലിറ്റേറ്ററുമാണ്. ചില സമയത്ത് നമ്മൾ ഓപ്പൺ ഫിഷ് ബൗൾ വേരിയേഷനും യൂസ് ചെയ്യും. അതായത് ഔട്ടർ സർക്കിളുള്ള കുട്ടികൾക്കും ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ പാകത്തിനായിട്ടുള്ളത്. ഇൻ്റർമീഡിയറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണേഴ്സിന് വളരെയധികം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സ്ട്രാറ്റജിയാണിത്. അതായത് സോൾവിങ് പ്രോബ്ലംസ്, ഡിബേറ്റിംഗ് ടോപ്പിക്സ്, ഇൻ്റർവിഷൻസ് എന്നിവയ്ക്കെല്ലാം ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. തിങ്ക്, പെയർ, ഷെയർ എന്ന് പറയുന്നത് ഒരു കൊളാബറേറ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജിയാണ്. ഇവിടെ കുട്ടികൾ ഇൻഡിവിജ്വലായിട്ട് ഐഡിയാസ് ഫോം ചെയ്യുക, അതിനുശേഷം അത് ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്ലുവൻസി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള യൂസേജ് എന്ന് പറയുന്നത്. സ്നോബോളിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് പ്രോബ്ലം സോൾവിങ് ടെക്നിക്കാണ്. ഇവിടെ നമ്മൾ ചില ഗെയിംസ് ഒക്കെ കണ്ടിട്ടുള്ളൂ. അതായത് ഒരു സ്റ്റെപ്പ് അതിനുശേഷം അടുത്ത ലെവലോട്ട് പോകുമ്പോൾ നമ്മൾ ഹാർഡറായിട്ട് പോകുമല്ലോ. സോ അതുപോലെ തന്നെയാണ് ഇവിടെ സ്റ്റുഡൻസ് ഒരു സീരീസ് ഓഫ് പ്രോബ്ലംസിനെ ടാക്കിൾ ചെയ്യാണ് ചെയ്യുന്നത്. ഓരോന്ന് കഴിയുന്തോറും അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ളതിനെ വെച്ച് നോക്കുക കോംപ്ലക്സും ചലഞ്ചിങ്ങും ആയിട്ടാണ് ഇത് വരുന്നത്. ഇത് കോംപ്ലക്സ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണ്. അതായത് സ്മോളർ ആയിട്ടുള്ള സബ് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തു വന്നിട്ട് ലാർജർ പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജിഗ്സോ എന്ന് പറയുന്ന ടീച്ചിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നതും ഒരു കോപ്പറേറ്റീവ് ലേണിംഗ് ടെക്നിക്കാണ്. അതായത് ഇവിടെ സ്റ്റുഡൻസിനെ ലേൺ ചെയ്യാനും ആ ഇൻഫർമേഷൻസ് റീറ്റെയിൻ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി കുട്ടികളെ നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം ഓരോ ഗ്രൂപ്പിനും ഓരോ ടോപ്പിക്ക് കൊടുക്കുന്നു. അതിനുശേഷം അവർക്ക് കിട്ടിയ ആ ഒരു ഐഡിയാസിന് അല്ലെങ്കിൽ അവരതിൻ്റെ അത് വർക്ക് ചെയ്തിട്ട് ആ കിട്ടിയ ഐഡിയാസിന് ബാക്കിയുള്ള കുട്ടികൾക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കുട്ടികളെ ഒരു 4 or 6 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. അതിനുശേഷം ഓരോ ഗ്രൂപ്പിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്ക് കൊടുക്കുന്നു. അപ്പോൾ അവർ ആ ടോപ്പിക്കിൽ അവർ എക്സ്പേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഗ്രൂപ്പുകളെ നമ്മൾ വീണ്ടും റീഓർഗനൈസ് ചെയ്തു. അപ്പം ആ റീഓർഗനൈസ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ഏരിയയിൽ പെട്ട അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിൽ പെട്ട എക്സ്പേർട്ടഡ് ആൾക്കാർ ഈ ഗ്രൂപ്പിൽ വരുന്നു. സോ അതിനുശേഷം അവരവരുടെ ആ ഇൻഫർമേഷൻസ് ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. Next question, which of the following are the examples of information development model? Information development മോഡലിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സെൽഫ് അവെയർനെസ് മോഡൽ, ഗാഗ്നേസ് ഇൻഫർമേഷൻ മോഡൽ, ജെറോം ബ്രൂണർ മോഡൽ, ഷൂമാൻസ് മോഡൽ, ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. ഗാഗ്നെ ഇൻഫർമേഷൻ മോഡൽ, ജെറോം ബ്രൂണർ മോഡൽ, ഷൂമാൻസ് മോഡൽ എന്നിവയാണ് ഇൻഫർമേഷൻ ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഡെവലപ്മെൻറ്റ് മോഡൽ എന്തായാലും സെൽഫ് അവെയർനെസ് മോഡൽ വരില്ല. അപ്പോൾ ഓപ്ഷൻ എ എന്തായാലും വരത്തില്ല. അപ്പോൾ നമുക്ക് 2ഉം 3 വരത്തുള്ളൂ എന്ന് ഉറപ്പാണ്. ഗാഗ്നെ മോഡൽ ഓഫ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലാണ്. അതായത് മെൻ്റൽ ഇവൻറ്റ്സ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ നമ്മളിവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇൻസ്ട്രക്ഷണൽ ഇവൻറ്റ്സ് നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്പെസിഫിക് ലേണിംഗ് ഔട്ട്കം അച്ചീവ് ചെയ്യാനായിട്ട് ലേണേഴ്സിനെ ഹെൽപ്പ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് 9 സ്റ്റെപ്സുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഗെയിനിങ് അറ്റൻഷൻ, ഇൻഫർമേഷൻ ഓഫ് ദ ലേണർ ഓഫ് ദ ഒബ്ജക്റ്റീവ്, സ്റ്റിമുലേറ്റിംഗ് റീകോൾ ഓഫ് പ്രീ റിക്വസ്റ്റ് ലേണിംഗ്, പ്രസൻറ്റിംഗ് ദ സ്റ്റിമുലി മെറ്റീരിയൽ എന്നിങ്ങനെ 9 സ്റ്റെപ്സുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ജെറോം ബ്രൂണർ മോഡൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡലാണ്. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ ഒരു കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് ലേൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഷൂമാൻ മോഡലിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഇൻഫർമേഷൻ ഡെവലപ്മെൻറ്റ് മോഡലാണ്. അത് ടെക്നോളജിയും മീഡിയയും എല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെല്ലാത്തിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വരുന്ന ഒരു മോഡലാണിത്. ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ എന്തായാലും ഇൻഫർമേഷൻ ഡെവലപ്മെൻറ്റ് മോഡലിന് കീഴിൽ വരില്ല. സോ ഗാഗ്നയുടെയും ജെറോം ബ്രൂണറുടെയും ഷൂമാൻ്റെയും മോഡലാണ് ഇൻഫർമേഷൻ ഡെവലപ്മെൻറ്റ് മോഡലിൻ്റെ കീഴിൽ വരുന്നത്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അനലൈസ് ചെയ്ത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്